മക്കളെ, ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മാതാവിനോട് ചോദിക്കുന്നു, ഉമ്മ, ഞാൻ അവിടെ നിന്നൊരു യാത്ര പോകുകയാണ്. യാത്ര കഴിഞ്ഞു മടങ്ങി വരുന്ന സമയത്ത് എന്റെ ഉമ്മയ്ക്ക് എന്താണ് കൊണ്ടുവരേണ്ടത്? ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇതേ ചോദ്യം ഈ സദസ്സിലിരിക്കുന്ന പലരും ചോദിക്കാറുണ്ട്. പക്ഷേ അത് ഉമ്മയോടല്ല ചോദിക്കുന്നത്. പ്രിയപ്പെട്ട ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് കതകിന്റെ മൂലയിലേക്ക് ചാരി നിർത്തിയിട്ട് ആരും കാണാതെ പ്രിയപ്പെട്ട ഭാര്യയുടെ കവിൾത്തടത്തിൽ ഒരു മുത്തം കൊടുത്തിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, പെണ്ണേ, നിനക്ക് തിരിച്ചു വരുമ്പോ ഞാൻ എന്താണ് കൊണ്ടുവരേണ്ടത്? ഇങ്ങനെ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മാതാവിനോട് ചോദിക്കുന്നു, ഉമ്മ, ഞാൻ തിരിച്ചു വരുമ്പോ എന്റെ ഉമ്മയ്ക്ക് എന്താണ് കൊണ്ടുവരേണ്ടത്? പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞു, മോനെ ലുഖ്മാനേ, തിരിച്ചു വരുമ്പോ എനിക്ക് കൊണ്ടുവരേണ്ടത് എന്തെന്നറിയുമോ? സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് നീ വാരിക്കൊണ്ടുവരട്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ. എടാ ചെറുപ്പക്കാരാ, ഒരു കണ്ണും കാണാത്ത, ഒരു മനുഷ്യനും തൊടാത്ത സുന്ദരികളായ ഹുറുല്ലീങ്ങളായ പെണ്ണുങ്ങൾ നടക്കുന്ന അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ. ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ. മോനെ, സ്വർഗത്തെ കുറിച്ചാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, മോനെ, നീ തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് വാരിക്കൊണ്ട് വരണേ മകനെ. സുബ്ഹാനല്ലാഹ്. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മാതാവിനോട് തിരിച്ചു പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? നമ്മളിൽ പലർക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മളിൽ പലരും അത് ചിന്തിക്കാറില്ല. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു മാതാവിനോട് പറയുന്ന, ഉമ്മ, സ്വർഗത്തിലെ മണ്ണാണോ വേണ്ടത്? സ്വർഗത്തിലെ മണ്ണാണോ വേണ്ടത്? അതിന് ഞാൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ എന്റെ ഉമ്മ കാത്തിരിക്കണ്ട. ഉമ്മയ്ക്ക് സ്വർഗത്തിലെ മണ്ണല്ലേ വേണ്ടത്? മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മുന്നിൽ ഇരിക്കുകയാണ്. തന്റെ മാതാവിന്റെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഉമ്മാടെ കാലിൽ ഇങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഉമ്മ, കാലം ഉയർത്തും, കാലം ഉയർത്തും. തന്റെ പ്രിയപ്പെട്ട മാതാവ് കാലം ഉയർത്തുമ്പോ അതുവരെ തന്റെ ഉമ്മ ചവിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു പിടി മണ്ണ് വാരുകയാണ്, ഒരു പിടി മണ്ണ് വാരുകയാണ്. എന്നിട്ട് തന്റെ മാതാവിന്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറയുന്ന, ഉമ്മ, ഇതാ ഉമ്മ സ്വർഗത്തിലെ മണ്ണ്, ഇതാ ഉമ്മ സ്വർഗത്തിലെ മണ്ണ്. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം അവിടെ പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ എത്ര പേർക്കാട് നാവ് കൊണ്ട് നമ്മൾ പലരും പറയും ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നതെന്ന്. എന്നിട്ട് എന്തേടാ ചെറുപ്പക്കാരാ, ഒരു സുന്ദരിയായ പെണ്ണിനെ കിട്ടിയപ്പോ, ഒരുപാട് കുടുംബക്കാരെ കിട്ടിയപ്പോ, ഒരുപാട് പണവും അധികാരവും ജോലിയും നിനക്ക് കിട്ടിയപ്പോ ആ സ്വർഗം കാൽച്ചുവട്ടിൽ കിടക്കുന്ന മാതാവിനെ മറന്നുപോയത്, കുത്തുവാക്ക് പറയുന്നത്, പരിഹസിക്കുന്നത്, ആ ഉമ്മയെക്കാൾ തന്റെ ഭാര്യയ്ക്ക് സ്ഥാനം കൊടുക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി ഇന്നലെ ജീവിതത്തിലേക്ക് കടന്നു വന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി, അവളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി പെറ്റതള്ളയെ കണ്ണുനീര് കുടിപ്പിക്കുന്ന ചെറുപ്പക്കാരാ, എന്തേ നീ മറന്നുപോയത്? എന്തേ നിനക്കതിന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയാതെ പോയത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അത് നിസാര പാപമാണെന്ന് കരുതുന്നവരുണ്ട്, അതിനെ നിസാരമായി തള്ളിക്കളയുന്നവരുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികൾ കിടന്നു വരികയാ. ലോകത്തിന്റെ നേതാവിന്റെ ചാരത്തേക്ക് കിടന്നു വന്നു. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ,
അൽഖമ റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന നബിയേ, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. എല്ലാവരും അടുത്ത് നിന്നോ, സ്വഹാബികൾ അടുത്തു പോയി നിന്നോ. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന മനുഷ്യന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മരണത്തോട് മല്ലടിക്കുന്ന അൽഖമ എന്ന സ്വഹാബിയുടെ ചാരത്ത് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാ. പടച്ച റബ്ബേ, അൽഖമയ്ക്ക് പറയാ കഴിയുന്നില്ല നബിയേ, നാവ് പൊങ്ങുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് മലക്കുകൾ വന്ന് പറഞ്ഞതാ, സഹാബികൾ വന്ന് പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിച്ച ഒന്നാമത്തെ ചോദ്യം എന്തെന്നറിയുമോ? സഹാബാ, അൽഖമ നമസ്കരിക്കുമോ? സഹാബാ, അൽഖമ 5 നേരം നമസ്കരിക്കുന്ന സ്വഹാബിയാണോ? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിക്കുമ്പോ സ്വഹാബികൾ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഒരു വഖ്ത് പോലും മുടക്കാത്ത സഹാബിയാ. രണ്ടാമത്തെ ചോദ്യം എന്തെന്നറിയുമോ? സഹാബത്തേ, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? സഹാബാ, ഉമ്മയോട് എങ്ങനെയാണ് പെരുമാറുന്നത്? സഹാബികൾ പറയുന്നു, മുത്തുനബിയേ, ഉമ്മയോട് വലിയ സ്നേഹമാ, ഉമ്മാനെ വല്ലാത്ത കാര്യമാ, ഉമ്മയുടെ ഏത് ആഗ്രഹവും സാധിപ്പിച്ചു കൊടുക്കുന്ന മകനാ. പക്ഷേ ഉമ്മ ഒരേ ഒരു പരാതി പറയാറുണ്ട് നബിയേ. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവുണ്ടല്ലോ, തന്റെ മകനെ കുറിച്ച് ഒരേ ഒരു പരാതി മാത്രമേ പറയാറുള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വരാ പറയുകയാണ്. ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മാതാവിനെ കൊണ്ടുവരികയാണ്. മുത്തുനബിയുടെ ചാരത്ത് വരുമ്പോ അവിടെ നിന്ന് പ്രവാചകൻ ചോദിക്കുന്നു, ഉമ്മാ, അൽഖമയും ഉമ്മയും തമ്മിൽ എങ്ങനെയാണ്? അൽഖമയും നിങ്ങളും തമ്മിൽ, മകനും ഉമ്മയും തമ്മിൽ എങ്ങനെയാണ്? ഉമ്മ പറയാൻ തുടങ്ങി, യാ റസൂലല്ലാഹ്, എന്നെ വല്ലാത്ത സ്നേഹമാ, എന്നോട് വല്ലാത്ത കാര്യമാ. പക്ഷേ അൽഖമ എന്നോട് ഒരേ ഒരു കാര്യം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്ത് തെറ്റാ? നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച കാര്യം എന്തെന്ന് ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? ആ സ്വഹാബി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ നാവ് പൊങ്ങാത്തതിന്റെ കാരണം എന്തെന്നറിയോ? നബിയെ, ഞാൻ ഇവനെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതാണ്, ഒരുപാട് പട്ടിണി കിടന്ന് വളർത്തിയതാണ്, ഇവന് വേണ്ടി ഞാൻ ഒരുപാട് വേദനകൾ സഹിച്ചവനാണ്. എനിക്കെന്റെ പൊന്നുമോനെ വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. പക്ഷേ വിവാഹം കഴിഞ്ഞപ്പോ, ജീവിതത്തിലേക്കൊരു പെണ്ണ് കടന്നു വന്നപ്പോ, എന്നെക്കാളും സ്നേഹം ഇവന്റെ ഭാര്യയോടാണ് നബിയേ. അവൻ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അവൻ ആദ്യം പറയേണ്ടത് എന്നോടല്ലേ നബിയേ, ഞാനവന്റെ ഉമ്മയല്ലേ നബിയേ. പക്ഷേ എന്റെ അൽഖമയുണ്ടല്ലോ, ഏത് കാര്യവും അവൻ ആദ്യം പറയുന്നത് അവന്റെ ഭാര്യയോടാണ് നബിയേ. എനിക്കത് സഹിക്കാൻ കഴിയില്ല നബിയേ, എന്നെ അത് വല്ലാതെ വേദനിപ്പിച്ചു നബിയേ. ഏത് രഹസ്യവും ആദ്യം പറയുന്നത് ഭാര്യയോടാണ്, പിന്നെയാണ് ഉമ്മയോട് പറയുന്നത്. ഇതാണ് ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഉമ്മ അൽഖമ സക്കറാത്തിന്റെ അവസ്ഥയിലാ. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റാതെ വന്നപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് സഹാബത്ത് ചെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ പ്രവാചകൻ ചോദിച്ചു, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്, വിളിച്ചു കൊണ്ടുവാ. മാതാവിനോട് ചോദിച്ചു, എങ്ങനെയാ മോൻ?
മോനും ഉമ്മയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, വലിയ സ്നേഹമൊക്കെ ആയിരുന്നു നബിയെ, പക്ഷേ ഒരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വഭാവം മാറി. പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ അവന്റെ സ്വഭാവം മാറി. അവൻ എന്നോടുള്ള സ്നേഹം കുറഞ്ഞു. എന്നെക്കാളും സ്നേഹം അവന്റെ ഭാര്യയോടാണ്. അവൻ എന്ത് രഹസ്യമുണ്ടെങ്കിലും ഉമ്മയോട് പറയില്ല എന്നല്ല പറഞ്ഞേ, ആദ്യം ഭാര്യയോട് പറയും, പിന്നെയാണ് എന്നോട് പറയുന്നത്. എൻ്റെ മനസ്സ് വേദനിച്ചു നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റുന്നില്ല ഉമ്മ, ഒന്ന് പൊരുത്തപ്പെട്ടു കൊടുക്ക്. ഇല്ല നബിയെ, ഇല്ല നബിയെ. ആരാ? സഹാബിയുടെ ചരിത്രം. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമാ. ഉമ്മാനെ തല്ലിയില്ല, ഉമ്മാനെ ചീത്ത വിളിച്ചില്ല, ഉമ്മാനെ കണ്ണുനീര് കുടിപ്പിച്ചില്ല, ഉമ്മാനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടില്ല. ഉമ്മാടെ മനസ്സൊന്ന് വേദനിപ്പിച്ചു ഒരൊറ്റ വാക്ക്. ആദ്യം രഹസ്യം ഭാര്യയോട് പറയും, പിന്നെ ഉമ്മാനോട് പറയും. നമ്മൾ ഉമ്മാനോട് പറയാറേയില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിനോട് മാതാവ് പറഞ്ഞ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുവരാൻ. ആ സമയത്ത് ഉമ്മയുടെ കാൽച്ചുവട്ടിൽ കിടന്ന പിടിമണ്ണ് വാരിയെടുത്ത് കയ്യിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഉമ്മ സ്വർഗത്തിലെ മണ്ണ്. അതാണ് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്തു. 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്തു. ഈ 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത ഈ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു നമുക്ക് ചില ഉപദേശങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അവിടേക്കാണ് ഞാൻ വന്നത്. നമുക്ക് ചില ഉപദേശങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അനുസരിച്ചാൽ നമുക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ കഴിയുന്ന ചില ഉപദേശങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹു അത് പഠിക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു അത് പഠിക്കാൻ ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉപദേശങ്ങളിൽ 2 ഇന്നലെ ഞാൻ അവിടെ വഴുതു പറഞ്ഞു. 2 കാര്യങ്ങളെ ഞാൻ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഇവിടെ പറഞ്ഞു തരികയാണ്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു അതാ 4000 പ്രവാചകന്മാരുടെ കൂടെ ഖിദ്മത്ത് ചെയ്ത് നടന്ന ആ മഹാനുണ്ടല്ലോ, ആ മഹാൻ നമുക്ക് പറഞ്ഞു തരുന്ന ഉപദേശങ്ങളിൽ ഒരു ഉപദേശം എന്തെന്നറിയുമോ? അവിടെന്ന് പറയുകയാ, അവിടുന്ന് ഒന്നാമതായി പറഞ്ഞു തന്ന ഉപദേശം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ഇബാദത്ത് ചെയ്യുന്ന സമയമുണ്ടല്ലോ, ആരാധനകൾ നടത്തുന്ന സമയമുണ്ടല്ലോ, ഈ കാണുന്ന പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിച്ചിട്ട് എല്ലാവരും പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി കടന്നു ചെന്നിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ ഉളുവെടുത്തിട്ട് കൈകെട്ടിയിട്ട് അല്ലാഹുവിനോട് പ്രതിജ്ഞ ചെയ്തിട്ട് നമസ്കരിക്കുമല്ലോ. ഞാനും നിങ്ങളും എല്ലാവരും നിസ്കരിക്കുന്നവരാണ്. അതാ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? മോനെ, ഇബാദത്ത് ചെയ്യുമ്പോ, മോനെ നിസ്കരിക്കുമ്പോ നിന്റെ ഹൃദയത്തിന് നീ സൂക്ഷിക്കണേ ചെറുപ്പക്കാരാ. നമ്മുടെ ഹൃദയങ്ങളെ സൂക്ഷിക്കുവാൻ പറയുകയാ. കാരണം അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. പടച്ചവനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ കാണുന്നുണ്ടടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് നിന്റെ മനസ്സിനെ നീ അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന ചിന്തയോട് ഹൃദയ സാന്നിധ്യത്തോടു കൂടി വേണം നീ നിസ്കരിക്കാൻ. അല്ലാതെ ഇമാമ കൈകെട്ടുന്നുണ്ട്, റുകൂ ചെയ്യുന്നുണ്ട്, സുജൂദ് ചെയ്യുന്നുണ്ട്, ഇമാമിന്റെ പുറകിൽ കിടന്ന് തലകുത്തി മറിയലല്ലടാ നമസ്കാരമെന്ന് പറഞ്ഞാൽ. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഫവൈലുൽ ലിൽ മുസല്ലീൻ. വൈലെന്ന് പറയുന്ന നരകമാർക്കുള്ളതാ, വൈലെന്ന് പറയുന്ന നരകമാർക്കുള്ളതാ. നമസ്കരിക്കാത്തവർക്കല്ലടി പൊന്നുമോള്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ. നമസ്കരിക്കാത്ത ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്കുള്ളതല്ല വൈലെന്ന് പറയുന്ന നരകം. പിന്നെ ആർക്കുള്ളവർക്കെന്നറിയുമോ? ആ വൈലെന്ന് പറയുന്ന നരകം നമസ്കരിക്കുന്നവർക്കുള്ളതാ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, ഫവൈലുൽ ലിൽ മുസല്ലീൻ.
الذين هم عن صلاتهم ساهون. അശ്രദ്ധമായി നമസ്കരിക്കുന്നവരുണ്ടല്ലോ, അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള ചിന്തയില്ലാതെ അതാ നമസ്കാരത്തിൽ നിന്ന് കളിക്കുന്നവരുണ്ടല്ലോ, അവിടെ കടന്നുകൊണ്ട് പല കോമഡികളും ചെയ്യുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അവർക്കാണ് വൈലെന്ന് പറയുന്ന നരകമൊരുക്കിയിട്ടിരിക്കുന്നതെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, അല്ലാഹുവേ എന്റെ ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, എടാ കൈകെട്ടിയിട്ട് നീ അള്ളാഹുവോട് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് പഠിച്ചു നോക്കൂ. പള്ളിക്കകത്ത് കയറിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി കഴിഞ്ഞാ എന്ന് പറഞ്ഞുകൊണ്ട് നീ അല്ലാഹുവിനോട് ചെയ്യുന്ന ഒരു കരാറുണ്ട്. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി. അതൊരു സത്യപ്രതിജ്ഞയാ, അതൊരു പ്രതിജ്ഞയാണ് ചെറുപ്പക്കാരാ. അതിന്റെ അർത്ഥമറിഞ്ഞാ നിനക്ക് നമസ്കരിക്കുമ്പോ കളിക്കാൻ പറ്റൂല, നമസ്കരിക്കുമ്പോ നിന്നുകൊണ്ട് പല കോപ്രായങ്ങളും കാണിക്കാൻ പറ്റൂല. മോനെ, നമസ്കരിക്കുന്നത് പടച്ച റബ്ബിന്റെ മുന്നിലാണെന്നുള്ള ബോധം നിനക്ക് കടന്നു വരികയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, 4000 വർഷക്കാലം പടച്ചവനെ 1000 വർഷക്കാലം ജീവിച്ചിരുന്ന 4000 പ്രവാചകന്മാരെ കണ്ട് അവരുടെ കൂടെ നടന്നിരുന്ന ലുഖ്മാനുൽ ഹകീം എന്ന് പറയുന്ന മഹാനുണ്ടല്ലോ, അവിടെ നിന്ന് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? നിസ്കരിക്കുന്ന സമയത്ത് നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്കണേ, നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്കണേ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാനും നിങ്ങളും എല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരാ. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മഹാനായ ലുഖ്മാനുൽ ഹകീം തങ്ങൾ പറയുകയാ, ഈ തൊണ്ടയെ നീ സൂക്ഷിക്കണേ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നീ നിന്റെ തൊണ്ടയെ സൂക്ഷിക്കണം. മുള്ളു തൊണ്ടയിൽ കുരുങ്ങാതിരിക്കാനല്ല, തൊണ്ടയെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഈ തൊണ്ടയുടെ താഴേക്ക് ഇറങ്ങുന്നത് ഹലാലാണോ ഹറാമാണോ എന്ന് നീ സൂക്ഷിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒന്നാമത് പറഞ്ഞു, നിസ്കരിക്കുമ്പോ കൈകെട്ടി റുക്കൂയിൽ പോയി സുജൂദിൽ പോയി കൈകെട്ടി എന്നിട്ട് തലചൊറിയ, ഇങ്ങനെ ചൊറിയ, ഉടുപ്പിങ്ങനെ മടക്കി വെക്കുക. പടച്ചവനെ ഫോൺ അടിച്ചു എടുത്ത് ആമിനാത്ത വിളിക്കുന്ന വെച്ചു. ഇങ്ങനെ നിന്നുണ്ട്. ഇങ്ങനെയല്ല നിസ്കാരം. നിസ്കരിക്കുമ്പോൾ അള്ളാഹുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ അള്ളാഹിനെ കാണുന്നില്ലെങ്കിലും അള്ള എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി നിസ്കരിക്കുക. 2, എന്തു ഭക്ഷണം കഴിച്ചാലും ഈ തൊണ്ടയുടെ താഴേക്ക് ഇറക്കുമ്പോൾ നീ ചിന്തിക്കണം, ഇത് ഹലാലാണോ ഹറാമാണോ, ഇത് ഹലാലാണോ ഹറാമാണോ. ഹലാലാണെങ്കിൽ ഇറക്കണം, ഹറാമാണെങ്കിൽ തുപ്പണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. 3, മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു തരുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഇൻ കുന്ത ഫീ ബൈതി ഗൈരി, മറ്റാരുടെയെങ്കിലും വീടിന്റെ അകത്തേക്ക് കടന്നു പോയാൽ സ്വന്തം വീടല്ല, വേറെ ആരുടെയെങ്കിലും വീടിന്റെ അകത്ത് നീ കടന്നു പോയാ നിന്റെ 2 കണ്ണുകളെ നീ സൂക്ഷിക്കണേ. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുന്ന മൂന്നാമത്തെ ഉപദേശമാ, മറ്റാരുടെയെങ്കിലും വീടിന്റെ അകത്തേക്ക് നീ കടന്നു പോയാ നിന്റെ കണ്ണിനെ സൂക്ഷിക്കണേ. ഹറാമ് കാണുന്നതിനെ തൊട്ട് നിന്റെ കണ്ണ് സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, സഹാബാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ കണ്ണുകളെ സൂക്ഷിച്ചാ അവന് സ്വർഗമുണ്ട് സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കണ്ണിനെ സൂക്ഷിക്കാൻ. മറ്റാരുടെയെങ്കിലും വീട്ടിലേക്ക് കടന്നുപോയാൽ കണ്ണിനെ സൂക്ഷിക്കണമെന്ന് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളിൽ എത്ര പേരാ കണ്ണിനെ സൂക്ഷിക്കാറുള്ളത്? നമ്മളിൽ എത്ര പേരാ ഇത് പറഞ്ഞത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ വീട്ടിലേക്ക് കടന്നു പോകുന്നതിന് തന്നെ ഒരു നിയമമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മറ്റൊരാളുടെ വീട്ടിലേക്ക് പോയാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പോയിട്ട് ബെല്ലടിക്കണം. എന്നിട്ട് എവിടെ നിൽക്കണം? പറ സഹോദരങ്ങളെ, ഒരു വീട്ടിൽ പോയാൽ കോളിംഗ് ബെല്ലടിച്ചിട്ട് എന്ത് ചെയ്യണം? പറ മനുഷ്യന്മാരെന്ത് ചെയ്യണം? എവിടെ നിൽക്കണം? വാതിലിന്റെ മുന്നിൽ നിൽക്കണോ മാറി നിൽക്കണോ? എവിടെ നിൽക്കണ്ടേ? പറ. എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണം? പറ ചങ്ങാതി. ഒരു വീടിന്റെ മുന്നിൽ പോയി ബെല്ലടിച്ചിട്ട് എവിടെ നിൽക്കണം? എന്തിനാ മാറി നിൽക്കാൻ പറഞ്ഞേ? ആരാ മാറി നിൽക്കണത്? പാട്ടും പാടി അകത്തോട്ട് കയറി പോവല്ലേ? പാട്ടും പാടി അകത്തേക്ക് കയറി ആരാ അനുവാദം ചോദിക്കുന്നത്? ഒരു വീടിന്റെ അകത്ത് ഇത് പറഞ്ഞപ്പോ ഒരു സഹാബി ചോദിച്ചു, നബിയെ, ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോ ഞാൻ ബെല്ലടിക്കണോ മാറി നിൽക്കണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി ചോദിച്ചു, നബിയെ, എൻ്റെ വീട്ടിൽ പോകുമ്പോ എൻ്റെ ഉമ്മ മാത്രമേ ആ വീട്ടിലുള്ളൂ, ഞാൻ ആ വീട്ടിൽ പോകുമ്പോ അനുവാദം ചോദിക്കണോ? മുത്തി നബി പറഞ്ഞു, ചോദിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വന്തം വീട്ടിൽ നിന്റെ ഉമ്മ. ആ സഹാബി പറയുന്നു, എൻ്റെ ഉമ്മായെ ഞാനാ നബിയെ നോക്കണേ, എൻ്റെ ഉമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത്, എൻ്റെ ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യുന്നത് ഞാനാ. എൻ്റെ ഉമ്മ താമസിക്കുന്ന വീട്ടിൽ പോകുമ്പോൾ അനുവാദം ചോദിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ അതിൻ്റെ മര്യാദയുണ്ട്. വീട്ടിനകത്ത് കടക്കണമെങ്കിൽ അനുവാദം ചോദിക്കാതെ കയറാൻ പാടില്ല. ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഭരണാധികാരിയ. രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും നാട്ടുകാരെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കാൻ. കള്ളന്മാരെ പൊക്കാനൊന്നുമല്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ രാത്രി കാലങ്ങളിൽ രൂപം മാറിയിട്ട് ഇങ്ങനെ നടക്കാറുണ്ട് തൻ്റെ അനുയായികളെ കുറിച്ച് അന്വേഷിക്കാൻ. അങ്ങനെ ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വീടിൻ്റെ അകത്ത് നല്ല പാട്ട് കേൾക്കാം. ഒരു വീടിൻ്റെ അകത്ത് വല്ലാത്ത പാട്ട് കേൾക്കുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മതില് ചാടി. കള്ളു കുടിച്ചിട്ട് ഒരുത്തൻ നിന്ന് പാട്ട് പാടുക. ഉമർ റളിയല്ലാഹു തആല അൻഹു മതില് ചാടി നേരെ കയറി ചെന്നപ്പോൾ ഒരുത്തൻ കള്ളു കുടിച്ചിട്ട് ഇന്ന് പാട്ട് പാടുന്ന ചവിട്ടി തുറന്നകത്തേക്ക് കയറി. ഉമർ തങ്ങളെ കണ്ട ഉടനെ കള്ളുകുടി എൻ്റെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. ആ സമയത്ത് ആ മനുഷ്യൻ ധൈര്യം തിരിച്ച് ധൈര്യം അങ്ങോട്ട് എടുത്തിട്ട് ഉമർ തങ്ങളോട് ചോദിച്ച ചോദ്യമുണ്ട്. ഒന്ന്, എൻ്റെ വീടിൻ്റെ മതില് ചാടി, ഞാൻ ഒരു തെറ്റേ ചെയ്തുള്ളൂ, കള്ളു കുടിച്ചു. അവൻ പറയാ, ഞാനൊരു തെറ്റ് ചെയ്തു, ശരിയാ, ഞാൻ കള്ളു കുടിച്ചു. പക്ഷെ നിങ്ങൾ ചെയ്ത പാപം എത്രയെന്നറിയാവോ? ഒന്ന്, എൻ്റെ വീടിൻ്റെ മതില് ചാടി. പാടുണ്ടോ ചാടാൻ? ഒന്നെൻ്റെ വീടിൻ്റെ മതില് ചാടി. രണ്ട്, ഒളിഞ്ഞു നോക്കി. ഉമർ റളിയല്ലാഹു തആല അൻഹു ആദ്യം മതില് ചാടി കയറി ചെല്ലുമ്പോൾ കഥ കടച്ചിട്ടിട്ട് ഇവൻ നിന്ന് അപ്പൊ ഇങ്ങനെ നോക്കി, എന്താ പരിപാടി? അള്ളാഹ് കള്ളു കുടിച്ചിട്ട് പാട്ട് ആടാ. 3 കതവ് ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞ കാര്യം, ഒന്ന്, എൻ്റെ വീടിൻ്റെ മതില് ചാടി. 2, ഒളിഞ്ഞു നോക്കി. 3, അനുവാദമില്ലാതെ വീടിൻ്റെ അകത്ത് കയറി. ഞാനൊരു പാപം, നിങ്ങളും 3 പാപം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പൊരുത്തം ചോദിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, സ്വന്തം ഉമ്മായെ കാണാൻ പോകുമ്പോഴാണെങ്കിലും അവിടെ നിന്ന് അനുവാദം ചോദിക്കാനാ പറഞ്ഞേ. കാരണം ഒരു വീട്ടിലേക്ക് കടന്നു പോയാൽ വീടിൻ്റെ ബെല്ലടിച്ചിട്ട് 2 സൈഡിലേക്ക് എവിടെയെങ്കിലും മാറി നിൽക്കണം. കാരണം ഈ പെണ്ണുങ്ങൾ, ഇന്നത്തെ പെണ്ണുങ്ങള് നേരെ ഓടി ഇങ്ങോട്ട് വന്ന് വാതില് തുറക്കും. ആ വാതില് തുറക്കണ സമയത്ത് തലയിൽ തുണിയുണ്ടോ, വേറെ എവിടെയെങ്കിലും തുണിയുണ്ടോ, അതൊന്നും അവർ നോക്കാറില്ല. അല്ലെങ്കിൽ വാതിൽ തുറക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾ അകത്തുകൂടെ നടന്നു പോകാം. അപ്പൊ ഔറത്തുകൾ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ബെല്ലടിച്ച് അനുവാദം ചോദിച്ചിട്ട് വീടിനകത്ത് കിടക്കാവൂ, അനുവാദമില്ലെങ്കിൽ നിങ്ങൾ മടങ്ങിപ്പോകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നിസാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. ഏതെങ്കിലും കൂട്ടുകാരന്റെ വീട്ടിലാകട്ടെ, കൂടപ്പറപ്പിന്റെ വീട്ടിലാകട്ടെ,
വീട്ടിലാകട്ടെ, കുടുംബക്കാരന്റെ വീടിന്റെ അകത്താകട്ടെ, ആ വീടിന്റെ അകത്ത് നീ പോയി കഴിഞ്ഞാ മോനെ റൂമുകൾ ഇങ്ങനെ തിരയല്ലേ, അടുക്കളയിലേക്ക് നോക്കല്ലേ, പെണ്ണുങ്ങളെ നടന്നു പോകുന്നത് നോക്കല്ലേ, നിന്റെ കണ്ണിനെ നീ സൂക്ഷിക്കണേ എന്ന് മഹാനവറുകൾ അവിടെന്ന് പറയുമ്പോ ആരാ ചെറുപ്പക്കാരാ സൂക്ഷിക്കുന്നത്? ആരാടാ സൂക്ഷിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങള്, നമ്മളിൽ ആരാ കണ്ണ് സൂക്ഷിക്കുന്നത്? ഇന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യ കാണിച്ചു കൊടുക്കുന്നത് ഭർത്താവ് തന്നെയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഇത് പറയുമ്പോ നിങ്ങൾ ചോദിക്കും, സിറാജ് ഉസ്താദേ ഇതൊക്കെ ഒരു പാപമാണോ? ഇതൊക്കെ ഒരു പാപമാണോ? എല്ലാവരും പരസ്പരം കാണുമല്ലോ, ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം സംസാരിക്കുമല്ലോ. അതാ പടച്ചവനെ, മാമാടെ മകന് മാമിയുടെ മകന് കുടുംബത്തിലാകുന്ന ചെറുപ്പക്കാരുടെ ബൈക്കിന്റെ പുറകിലിരുത്തിയിട്ട് ഇന്ന് പെണ്ണുങ്ങളെ യാത്ര ചെയ്യുന്ന കാലവാ. ജ്യേഷ്ഠന്റെ ഭാര്യ അനിയന്റെ ബൈക്കിന്റെ പുറകില്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ജ്യേഷ്ഠന്റെ ഭാര്യ ആരുടെ ബൈക്കിന്റെ പുറകിലായിരിക്കുന്നത്? അനിയൻ. അവൻ എന്റെ അനിയനല്ലേ, അവൻ എന്റെ അനിയനല്ലേ. പടച്ചവനെ, കുടുംബത്തിൽ അകന്ന ചെറുപ്പക്കാർ, വിവാഹബന്ധം ഹറാമാകാത്തവർ, അങ്ങനെയുള്ള ചെറുപ്പക്കാരുടെ ബൈക്കിന്റെ പുറകെ അല്ലേ ഉമ്മയും വാപ്പയും ഒന്നും പറയാറില്ല. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര്, ഇസ്ലാമിന്റെ നിയമം എന്തെന്നറിയോ? ഇസ്ലാമിന്റെ നിയമം എന്താ? നിയമം എന്താ? എടാ, ഒരു പെണ്ണ് മരിച്ചാൽ, ഞാൻ മരിച്ചാൽ എന്റെ ഭാര്യ, എന്റെ സഹോദരിമാർ, അവർക്കല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പെണ്ണിന് എന്റെ മയ്യത്ത് കാണാൻ അനുവാദമുണ്ടോ? ജീവിച്ചിരിക്കുമ്പോ പോട്ടെ, ജീവിച്ചിരിക്കുന്ന സമയത്ത് പോകട്ടെ. നിങ്ങൾ ആരെങ്കിലും മരിച്ചാൽ ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് നിന്റെ മയ്യത്ത് കാണാൻ ഇസ്ലാം അനുവാദം തരുന്നുണ്ടോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. തരുന്നുണ്ടോ? പറ. ജീവിച്ചിരിക്കണ്ട, മരിച്ചാൽ അനുവാദം തരുന്നുണ്ടോ? ഇല്ല, ഇസ്ലാം അനുവാദം തരുന്നില്ല. പക്ഷെ നീ എന്താ ചെയ്യാ? നിന്റെ പെണ്ണും പിള്ള മരിച്ചെന്ന് സങ്കല്പിക്ക. ചിലർക്ക് വലിയ സന്തോഷം, അവളൊന്നും മരിച്ച അത്ര നല്ലത് ചിന്തിക്കുന്നവരുണ്ട്, അങ്ങനെ ചിന്തിക്കുന്ന മഹാന്മാരും ഉണ്ട്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ. സ്വർഗത്തിൽ നമ്മുടെ ഭാര്യമാരെ അള്ളാഹു ജോഡികളാക്കി ഒരുമിപ്പിക്കുമാറാകട്ടെ. സ്വർഗത്തിലും വേണോ? ആഗ്രഹമുള്ളവർ കൈവക്കിക്ക്. ഇവിടുത്തെ ഭാര്യയെ സ്വർഗത്തിലും വേണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരെന്ന് കൈവക്കിക്ക്. സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ പൊക്ക് കേട്ടാ, ലൈവാ. സ്റ്റേജിൽ ഇരിക്കുന്നവര് കൈ പൊക്കിക്കോ. പെണ്ണ് കെട്ടിയവരൊക്കെ ലൈവായിട്ടാ കണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് വീട്ടിൽ പോകുമ്പോ പെണ്ണുമ്പള്ള ചോദിക്കുക, അതെന്താ നിങ്ങൾ പൊക്കാഞ്ഞെന്ന്. സ്വർഗത്തിലും ഭാര്യയെ വേണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കിക്ക്. എന്താ പെണ്ണ് കെട്ടിയവര് പൊക്കണില്ലല്ലോടാ. പെണ്ണ് കെട്ടിയ പലരും പൊക്കണില്ല. കാരണം എന്ത്? ഇവള് സ്വർഗത്തിലുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടും പോണില്ല. കാരണം ഇവിടെ തന്നെ ഇവളെ സഹിക്കാൻ വയ്യ, ഇനിയിപ്പോ സ്വർഗത്തിൽ കൂടെ. അങ്ങനല്ല. അള്ളാഹു നമ്മുടെ പെണ്ണുങ്ങളൊക്കെ സ്വർഗത്തിലും നമ്മുടെ ഭാര്യമാരാക്കി അള്ളാഹു തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്ക്. ഭാര്യ മരിച്ചു, നമ്മൾ ഇന്ന് മരണ വീട്ടിൽ. ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടാ. ഞാൻ ഇവിടുത്തെ നാടിൻ്റെ കാര്യമല്ല പറയണേ, ഞങ്ങളുടെ നാടിൻ്റെ കാര്യമാണ്. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കയറി കാണാം. ആണിനും പെണ്ണിനും എല്ലാവരും കയറി ഇങ്ങനെ മയ്യത്ത് കാണാറുണ്ട്. അവസാനം മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിയാൻ സമയമാകുമ്പോഴത്തേക്കും എന്നാ ഇടിയാന്നറിയാവോ കാണാൻ. ആണും പെണ്ണും ആദ്യം പെണ്ണുങ്ങളെ വിളിച്ച് കാണിച്ചു കൊടുക്കും. കണ്ടോ, വരി വരിയായി നിൽക്കും, പിന്നെ ആണുങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവസാനം ഭർത്താവ് ഭാര്യയുടെ മയ്യത്തിന്റെ ചാരത്തിങ്ങനെ നിൽക്കുക. അപ്പൊ ചോദിക്കുക, പൊതിയാൻ പോവാ, ഇനി ആരെങ്കിലും കാണാറുണ്ടെങ്കിൽ കണ്ടോളെ. എന്താ പറയണേ? എടാ, മരിച്ചിട്ട് മയ്യത്ത് പൊതിയാൻ മൂക്കിൽ പഞ്ഞി വെച്ചിട്ട് കഫം പൊതി എടുത്തിട്ട് മുഖം മറയ്ക്കുന്നതിന് മുമ്പ് പെണ്ണിന്റെ വാപ്പയും കൂടപ്പറപ്പും ഭർത്താവും കുടുംബക്കാരും ചോദിക്കുക, ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോന്ന്. കൊണ്ടുവന്ന് കാണിച്ചു, പൊതിഞ്ഞു. പിന്നെ പള്ളി കൊണ്ടുപോയിട്ട് മയ്യത്ത് നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ വെച്ചൊന്ന് അഴിച്ചിട്ട് ചോദിക്കും, ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോ? ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോ? കണ്ടു. പൊതിഞ്ഞിട്ട് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് ചോദിക്കും, ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോ? സുബ്ഹാനല്ലാഹ്. ആരെ? ഇവന്റെ പെണ്ണും പിള്ളേ, ഇവന്റെ സ്വന്തം ഭാര്യയെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്ക്. കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് പിന്നെയും ചോദിക്കുന്നുണ്ട്, ആർക്കെങ്കിലും കാണാനുണ്ടോ? ഇവന്റെ വാപ്പായിക്കല്ല, ഇവനല്ല. എന്റെ പ്രിയമുള്ളവരെ, ഈ കാലം എവിടെ പോയി നിൽക്കുന്നു എന്ന് ചിന്തിച്ചു നോക്ക്. എടാ ചെറുപ്പക്കാരാ,
നിനക്കിത് പറഞ്ഞാ മനസ്സിലാകൂല, മയ്യത്ത് പോലും കാണിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ നിനക്ക് മനസ്സിലാകില്ല. എന്തേ മനസ്സിലാകാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ? വിവാഹം കഴിച്ച് നിക്കാഹ് കഴിഞ്ഞ ഉടനെ അതാ ഓഡിറ്റോറിയത്തിന്റെ പന്തലിന്റെ അകത്ത് കെട്ടിയ പെണ്ണിനെ ചാരത്ത് നിർത്തിയിട്ട് കൂട്ടുകാരുടെ കൂടെ ഒരുമിച്ച് നിർത്തിയിട്ട് സെൽഫി എടുക്കുന്നവനാ. സ്വന്തം ഭാര്യയുടെ മയ്യത്ത് നാട്ടുകാരെ കാണിക്കരുതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് മനസ്സിലാവൂല. കാരണം അവൻ കല്യാണം കഴിച്ചിട്ട് ആ കല്യാണത്തിന്റെ ഓഡിറ്റോറിയത്തിൽ തന്റെ കൂട്ടുകാരെ മുഴുവനും ഈ കെട്ടിയ പെണ്ണിന്റെ ശരീരത്തിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കുന്ന ഇവൻ ഇത് തിരിയുമോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പറ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതിന് നിന്നു കൊടുക്കുന്ന പെൺകുട്ടികൾ, അതിന് നിന്നു കൊടുക്കുന്ന പെൺകുട്ടികൾ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹ്ദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ പടച്ചവനെ മരിക്കുന്നതിന് മുമ്പാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തത്. അവിടെ നിന്ന് കൊടുത്ത വസിയത്ത് എന്തെന്നറിയുമോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പകല് എന്നെ കബറടക്കരുത്, രാത്രിയിൽ വേണം എന്നെ കബറടക്കാൻ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകൾ അവിടെ നിന്ന് തന്റെ കുടുംബത്തോട് പറയുകയാ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പകലെന്നെ കബറടക്കരുത്, രാത്രിയിലെ കബറടക്കാവൂ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കുന്നു, ഫാത്തിമ പറയാറുള്ള കാരണം എന്താ? എന്തേ പകല് കബറടക്കിയാൽ ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ഒരു അന്യ പുരുഷനെ കണ്ടിട്ടില്ല. എന്റെ ശരീരമോ എന്റെ ഔറത്തോ ഇന്ന് വരെ ഒരു അന്യ പുരുഷനെ കണ്ടിട്ടില്ല. പകലാണ് എന്നെ കബറടക്കുന്നതെങ്കിലോ എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരായിരിക്കുമല്ലോ അലിയേ. 3 കഷ്ടം വെള്ള തുണിയില് പൊതിഞ്ഞിട്ട് എന്റെ മയ്യത്ത് ഇങ്ങനെ ചുമന്നു കൊണ്ടുപോകുമ്പോ കബറിന്റെ അകത്തേക്ക് ഇറക്കുമ്പോ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാടുമല്ലോ. അതെനിക്കിഷ്ടമല്ല അലിയേ. അതുകൊണ്ട് രാത്രിയിലെ എന്റെ മയ്യത്ത് കബറടക്കാവൂ എന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകൾ പറഞ്ഞു കൊടുക്കുമ്പോ ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പുറകിൽ നിന്നാണടി നിനക്ക് സ്വർഗത്തിൽ പോകേണ്ടത്. ആ ഫാത്തിമയല്ലേ സ്വർഗത്തിന്റെ റാണി. ആ ഫാത്തിമ ബീബിയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാൻ എന്റെ ഈ നാട്ടിലെ എത്ര പെങ്ങന്മാർക്കാ, എന്റെ ഈ നാട്ടിലെ എത്ര പെണ്ണുങ്ങൾക്കാ കഴിയുന്നത്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവേ കണ്ണുകളെ സൂക്ഷിക്കണേടാ ചെറുപ്പക്കാരാ. ഹറാം കാണല്ലേ, അന്യപുരുഷന്റെ ശരീരം കാണല്ലേ, അന്യപുരുഷന്മാരുടെ സൗറത്ത് കാണല്ലേ, അന്യ പെണ്ണുങ്ങളുടെ ശരീരം കണ്ടുകൊണ്ട് ആസ്വദിക്കല്ലേ ചെറുപ്പക്കാരാ. നീ വിചാരിക്കും ഇത് സാധാരണ പാപമാണെന്ന്. ഒരിക്കലും നിങ്ങളങ്ങനെ കരുതരുത്, ഒരിക്കലും നിങ്ങളങ്ങനെ പറയരുത്. അതൊരു സാധാരണ പാപമല്ല. നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു വലിയ പാപമാ. ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ, അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ നിനക്കൊരു ചരിത്രം പറയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലൂടെ ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. അല്ലാഹുവേ, പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ അർശിന്റെ നേരെ താഴെയിരിക്കുന്ന പടച്ച റബ്ബിന്റെ കഅബാലയമുണ്ടല്ലോ, ഞാനും നിങ്ങളും നേരെ നിന്ന് നിസ്കരിക്കുന്ന പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച അല്ലാഹുവിന്റെ പ്രവാചകന് ചുംബനം കൊടുത്ത അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഹൃദയം ചേർത്ത് വെച്ച ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലൂടെ ഒരു മഹാൻ ഇങ്ങനെ നടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരയുകയാ. അല്ലാഹുവേ,
കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. എന്താണ് പറയുന്നതെന്നറിയുമോ? അല്ലാഹുവേ, എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാ. പടച്ച റബ്ബിനോട് പറയുകയാ, എന്റെ ജ്യേഷ്ഠന്മാരുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാ. ഈമാനുള്ള മരണം തരണേ അല്ലാ. ഇത് മാത്രമാണ് പറയുന്നത്, ഇത് മാത്രമാണ് പറയുന്നത്. എന്റെ ജ്യേഷ്ഠന്മാരുടെ ഗതി എനിക്ക് വരുത്തരുത്, എനിക്ക് ഈമാനുള്ള മരണം തരണേ അല്ലാ. കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരയുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ ഈ മഹാനവിടെന്ന് ചോദിക്കുകയാ, മോനെ നീ എന്തേ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? പലരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാറ്, പലരും എല്ലാ പടച്ചവനെ സ്വർഗം കിട്ടാറ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദുആ ചെയ്യുമ്പോ നീ ഇതല്ലാതെ വേറെ ഒന്നും പറയുന്നില്ലല്ലോ. മാറ്റി നിർത്തിയിട്ട് ചോദിക്കുകയാ, എന്താണ് നിന്റെ സഹോദരങ്ങൾക്ക് സംഭവിച്ചത്? ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? എനിക്ക് 2 ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു, 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ 1ാമത്തെ സഹോദരന്റെ ജോലി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനാ. എന്റെ ജ്യേഷ്ഠന്റെ ജോലി ബാങ്ക് വിളിക്കലായിരുന്നു. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ചത് 40 കൊല്ലമാ. 40 വർഷക്കാലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ചിരുന്ന ജ്യേഷ്ഠനായിരുന്നു. എത്ര വലിയ പ്രതിഫലമാണെന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നവർക്ക് പടച്ച റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം എത്രയോ വലുതാ. ചെറുപ്പക്കാരാ, മോനെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിക്കണമെടോ. അല്ലാഹുവിന്റെ പള്ളിയിൽ പോയിട്ട് മുഅദ്ദിൻ ഉസ്താദിന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് ചോദിക്കണം, ഉസ്താദ് എനിക്കൊരവസരം തരുമോ? ഒരിക്കലെങ്കിലും ഒന്ന് ബാങ്ക് വിളിക്കാൻ. കാരണം ബാങ്ക് വിളിക്കുന്നതിന് വല്ലാത്ത പ്രതിഫലമാ. ഇന്ന് പള്ളിയിലെ പ്രസിഡന്റ് ആകാനും മത്സരമാണല്ലോ, വോട്ടാണല്ലോ, ഇലക്ഷനാണല്ലോ. വീടുകൾ തോറും കയറിയിറങ്ങിയിട്ട് രാഷ്ട്രീയക്കാര് വോട്ട് പിടിക്കുന്നത് പോലെ പള്ളികളുടെ പ്രസിഡന്റ് ആകാ, സെക്രട്ടറി ആകാ, വോട്ട് കിട്ടുന്ന കാലമാണല്ലോ. എങ്ങനെയെങ്കിലും കമ്മിറ്റിയെ തറക്കിയതാ, കറക്കി തറയിലിടാൻ ഒരുപാട് ഗൂഢാലോചനകൾ നടത്തുന്ന കാലമാണല്ലോ. അല്ലാഹുവേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ പ്രസിഡന്റ് ആകാ മത്സരിക്കൂല, സെക്രട്ടറി ആകാ പണം ചെലവഴിക്കില്ല, പള്ളിയിലെ മുഅദ്ദിനാകാൻ മത്സരിക്കുമായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ